വാട്സാപ്പിലൂടെ ഇപ്പോൾ ഒരു സന്ദേശം നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വർഷത്തിനകം അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വലിയ പദ്ധതി ഒരുക്കുന്നതായാണ് വാട്സാപ്പിലെ സന്ദേശത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ പ്രചരിക്കുന്ന ഈ സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അറിവായിട്ടുമില്ല. ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും മോദി സർക്കാരിനെ അട്ടിമറിക്കാനും അമേരിക്കൻ സർക്കാരിലെ ഒരു വിഭാഗം ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായും പറയുന്നു. രാജ്യം അപകടത്തിലാണ്. 24 മണിക്കൂറിനുള്ളിൽ ഓരോ ഇന്ത്യക്കാരനിലും ഈ വിവരങ്ങൾ എത്തണമെന്നും ഈ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ശത്രുക്കളും ദ്രോഹികളും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ 37 എന്ന പദ്ധതി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞതായും പറയുന്നു. കുറഞ്ഞത് 37 BJP MP-മാരെങ്കിലും സർക്കാരിൽ നിന്നും മാറ്റി നിർത്തി BJPയെ വിഭജിക്കുക എന്നതാണ് രാജ്യവിരുദ്ധ ശക്തികളായ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി എന്നും പറയുന്നു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിലെല്ലാം ഈയിടെ ഭരണമാറ്റം ഉണ്ടാക്കിയത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളാണ്. അമേരിക്കയുടെ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ഫെഡറൽ സർക്കാരിലെ ചില പ്രധാനികളും CIA-യും FBI-യും പെന്റഗണും സൈനിക വ്യവസായ സമുച്ചയവും പൊതുസമൂഹത്തിലെയും വ്യവസായ സാമ്പത്തിക ലോകത്തെയും ഉന്നതർ അടങ്ങുന്ന നിഗൂഢമായ ഒരു സമാന്തര സംഘമാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അതിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല, ശക്തമായ ഈ സ്വാധീന സംഘമാണെന്നും പറയുന്നു. അവർക്ക് ഇതിനൊന്നും ആരോടും ഉത്തരം പറയേണ്ട കാര്യവുമില്ല, അനുമതിക്കായി കാക്കേണ്ടതുമില്ല. ഏത് പാർട്ടി ഭരിച്ചാലും തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് നന്നായി അറിയാം. മോദിയെ പുറത്താക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ CIA-ക്കും ഡീപ് സ്റ്റേറ്റിനും 12 മാസം സമയം നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. ജാതിയുടെയും പ്രാദേശികമായ വ്യത്യാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ തമ്മിൽ അടുപ്പിക്കാനും വ്യാജ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ച് പൊതുസമാധാനം തകർക്കാനും രാജ്യദ്രോഹികൾ ഇതിനകം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോൾ രാജിവെച്ച ജഗ്ദീപ് ധൻഖറിന്റെ കേസ് ഇതിന് ഒരു ഉദാഹരണമാണെന്നും ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. രാഹുൽ ഗാന്ധി, കേജ്രിവാൾ തുടങ്ങി പ്രതിപക്ഷ പാർട്ടികളിലെ ചില നേതാക്കൾ ഈ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ പ്രതിനിധികളാണെന്ന് നേരത്തെ തന്നെ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വന്നിരുന്നു. ഈയിടെ രാജ്യത്ത് ആസൂത്രിതമായ കലാപങ്ങൾ കൂടി വരുന്നതും ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വാട്സപ്പ് സന്ദേശവും തമ്മിൽ പലരും ചേർത്ത് വായിക്കുന്നുണ്ട്. ജെൻസി കലാപമാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും സർക്കാരുകളെ അട്ടിമറിച്ചത്. കഴിഞ്ഞ ദിവസം നോയിഡയിൽ കൂലി കുറവായതുകൊണ്ട് അവിടുത്തെ ഫാക്ടറികൾക്കെതിരെ മാവോയിസ്റ്റ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായി നടന്ന കലാപത്തിൽ 500 പേരെയാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ അറസ്റ്റ് ചെയ്തത്. ഈ കലാപത്തിൽ പങ്കെടുത്തത് 25-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇതേപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കശ്മീരിലെ ലഡാക്കിൽ സോനം വാങ്ചുക് എന്ന ഒരു NGO സംഘടനാ നേതാവിന്റെ നേതൃത്വത്തിലും ഒരു ചെറിയ കലാപാഹ്വാനം നടന്നിരുന്നു. നോയിഡയിലെയും ലഡാക്കിലെയും കലാപം പോലീസും അർദ്ധസൈനിക വിഭാഗം ചേർന്ന് അടിച്ചമർത്തുകയായിരുന്നു. മണിപ്പൂരിലും മിസോറാമിലും വിഘടനവാദികൾക്ക് സൈനിക ഗ്രേഡിലുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യാൻ അമേരിക്കയിലെ CIA-യുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും 6 ഉക്രൈൻകാരും എത്തിയെങ്കിലും അവരെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത സംഭവവും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിൽ NIA പിടികൂടിയ മാത്യു വാൻഡേക്ക് നിരവധി രാജ്യങ്ങളിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ആയുധ പരിശീലനം നൽകിയ കുപ്രസിദ്ധ അമേരിക്കൻ ഏജന്റാണ്. അതേപോലെ ഇവരിൽ നിന്നും ഡ്രോണുകളും പിടിച്ചെടുത്തിരുന്നു. ഈ ഡ്രോണുകൾ ഉപയോഗിക്കാനും വിഘടനവാദികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. മ്യാൻമറിൽ കൊണ്ടുപോയാണ് മിസോറാം, മണിപ്പൂർ വിഘടനവാദികളെ ഇവർ പരിശീലിപ്പിക്കുന്നത്. അതേപോലെ ചൈനയിൽ നടക്കുന്ന SCO സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട മോദിയെ വധിക്കാൻ ബംഗ്ലാദേശിലെ ഒരു ഹോട്ടലിൽ നേരത്തെ മുറിയെടുത്ത് താമസിച്ച മറ്റൊരു അമേരിക്കൻ ഏജന്റിനെ അജ്ഞാതർ കൊലപ്പെടുത്തിയിരുന്നു. അന്ന് ചൈനയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും പ്രധാനമന്ത്രി മോദിയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിശ്ചയിച്ച ഹോട്ടൽ ഒഴിവാക്കുകയായിരുന്നു. അതിനു പകരം വെടിയുണ്ട ഏൽക്കാത്ത പുടിന്റെ പ്രത്യേക കാരണകത്തിരുന്നാണ് രണ്ടു കൂട്ടരും ചർച്ച നടത്തിയത്. പല രാജ്യങ്ങളിലും ഭരണം നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമല്ല, മറിച്ചൊരു മൂന്നാം ശക്തിയാണെന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. അത് പാകിസ്ഥാൻ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഡീപ് സ്റ്റേറ്റ് എന്ന ഭരണഘടനയ്ക്ക് അതീതമായ ഒരു ഭരണകൂടം നിലവിലുണ്ട് എന്ന് പൊതുവെ ഒരു രാജ്യത്തെ ഭരണകർത്താക്കളും സമ്മതിക്കാറുമില്ല. ഇന്ത്യയുമായി പൊതുവെ നല്ല ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളതെങ്കിലും ഇന്ത്യയുടെ വളർച്ചയെ ചെറുക്കാനും അമേരിക്ക ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. ഇന്ത്യക്കെതിരായ 50% പിഴത്തീരുവ അതിന്റെ ഒരു സൂചനയാണെന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യയിലെ വിവിധ ആക്ടിവിസ്റ്റ് സംഘടനകൾക്കും വ്യക്തികൾക്കും ഡീപ് സ്റ്റേറ്റ് അസറ്റുകൾ വഴി ഫണ്ടിംഗ് ലഭ്യമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ സമീപകാലത്ത് നടന്ന മണിപ്പൂർ കലാപം അടക്കമുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പിന്നിൽ അദൃശ്യ ശക്തികൾ ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യയിൽ അധികാരം അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നു എന്നുമുള്ള ആരോപണം ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട ഒന്നാണ്.